السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവ്വലോക സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയും ഈമാനും കൈവിടാതെ ജീവിതം നയിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതം, അവൻ്റെ ദീൻ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ്. മറ്റു മതങ്ങളുമായി നമ്മൾ ഇസ്ലാമിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് വ്യതിരിക്തതകൾ, വ്യത്യാസങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാകട്ടെ, അതിൻ്റെ കർമ്മങ്ങളാകട്ടെ, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ രീതി, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എല്ലാം മറ്റു മതങ്ങളെ തൊട്ട് തികച്ചും വ്യത്യസ്തമാണ്. അതിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആ മതത്തിലെ ഓരോ കാര്യങ്ങളും, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും അത് നമുക്ക് പഠിപ്പിച്ചു തരാനും അത് നമുക്ക് വിശദീകരിച്ചു തരാനും ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഒക്കെ മറന്നുപോകുന്ന ഒരു കാര്യമാണ്. മറ്റു മതങ്ങൾക്കൊന്നും ഇതുപോലെ ഒന്ന് അവകാശപ്പെടാനില്ല. ഒരു ഗ്രന്ഥം അല്ലാഹു ഇറക്കുന്നു, ആ ഗ്രന്ഥം ഇറക്കി ആ ഗ്രന്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. നേരെ മറിച്ച് ആ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തരാൻ ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിനനുസരിച്ച് പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചു. നമ്മുടെ ഉമ്മത്തിന്
അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്ത്യനാൾ വരെയുള്ള സമൂഹത്തിന് അള്ളാഹു നിയോഗിച്ചത്. പ്രവാചകനെ നിയോഗിച്ചതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രവാചകനെ നാം നിയോഗിച്ചിട്ടുണ്ട്, ഒരു നബിയെ നിങ്ങൾക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിലെ 164 ആയത്തിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും മന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം അള്ളാഹു ചെയ്തിരിക്കുന്നു എന്നാണ്. വലിയ ഒരു അനുഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അള്ളാഹു പറയുന്നത്. എന്താണ് അനുഗ്രഹം? ആർക്കാണ്? അലൽ മുഅ്മിനീൻ, വിശ്വസിച്ച ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്. എന്താണ് അനുഗ്രഹം? ആ അനുഗ്രഹം ഇസ് ബഅസ ഫീഹിം റസൂല, അവർക്കൊരു റസൂലിനെ അള്ളാഹു നിയോഗിച്ചു. അപ്പോൾ ഒരു റസൂലിനെ നിയോഗിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് റസൂലിൻ്റെ പ്രത്യേകത? മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലാണത്. യത്ലു അലൈഹിം ആയാത്തിഹി, ആ റസൂൽ ചെയ്യുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർക്ക് ഓതി കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് ഗ്രന്ഥം വായിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രവാചകനായി നിയോഗിച്ചു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വലിയ ഒരു നിഅമത്തായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ആ പ്രവാചകൻ ഒരു നിഅമത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്നബിയ്യു ഔലാ, നബിയാണ്, പ്രവാചകനാണ് അവർക്ക് ഏറ്റവും വലുത് എന്നാണ്. ഒന്നാമത്തെ സ്ഥാനം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവന് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം. പിന്നെയാണ് അവൻ്റെ കുടുംബം, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ എന്തൊക്കെയുണ്ടോ അതിന് തുടർന്ന് വരുന്നത്, അതൊക്കെ ശേഷമാണ്. അള്ളാഹു ഖുർആനിൽ ഒരു സ്ഥലത്ത് അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് തന്നെ നമുക്ക് കാണാം. എവിടെ? അള്ളാഹു സൂറത്തു തൗബയുടെ 24 ആയത്തിൽ നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്ന 8 നിഅമത്തുകൾ അള്ളാഹുടെ എടുത്തു പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതും ഒരു വിശാലമായ ക്ലാസ് തന്നെ ആവശ്യമുള്ള ഒരു ആയത്താണ് ശരിക്കും ഇത്. 8 കാര്യങ്ങൾ അള്ളാഹു എടുത്തു പറയണം. എന്തൊക്കെയാണ് എടുത്തു പറയുന്നത്? ഇൻകാന ആബാ ഖുൽ ഇൻകാന ആബാഉക്കും, നബിയെ നിങ്ങൾ അവരോട് പറയാം. എന്താണ്? ആരൊക്കെയാണെന്ന് ആദ്യം പറയാം. ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ, സ്വന്തം മാതാപിതാക്കൾ. വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ. അതേപോലെ തന്നെ വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ. വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ അഥവാ ഇണകൾ. വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബം. അതേപോലെ തന്നെ വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങളുടെ സമ്പത്ത്. അതേപോലെ വ തിജാറതൻ തഖ്ശൗന കസാദഹ, വല്ല നഷ്ടവും സംഭവിക്കുമോ എന്ന് പേടിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം. വ മസാകിനു തർലൗനഹ, അതേപോലെ നിങ്ങളുടെ വീടുകൾ. 8 കാര്യങ്ങളാണ് ഇത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 8 കാര്യങ്ങളാണ്. അവൻ്റെ കുടുംബം, മാതാപിതാക്കൾ, അതേപോലെ തന്നെ അവൻ്റെ വീട്, അവൻ്റെ കച്ചവടം അല്ലെങ്കിൽ വരുമാന മാർഗം. ഇതൊന്നും ഒരു മനുഷ്യൻ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യന് അനിവാര്യമായ കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ഈ 8 കാര്യങ്ങൾ ആണെങ്കിൽ, എന്താണെങ്കിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇതിനെയാണ് ഇഷ്ടമെങ്കിൽ, ഈ പറഞ്ഞ 8 കാര്യങ്ങളാണ് അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്കിഷ്ടം. നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അള്ളാഹുവും റസൂലും പറഞ്ഞ ഒരു കാര്യം മാറ്റി നിർത്തിക്കൊണ്ടാണ് നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ, നിസ്കാരം, അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ചിഹ്നങ്ങൾ, അത് മാറ്റി വെച്ചിട്ടേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ദീനിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വേണ്ടി ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ ആ കച്ചവടത്തിൽ കൂട്ടിക്കലർത്തുന്നു. വീട് നിർമ്മിക്കുമ്പോൾ നല്ല ഒരു വീടുണ്ടാക്കണമെന്ന് വിചാരിച്ച് ലോൺ എടുത്ത് വീട് വെക്കുന്നു. അങ്ങനെ എന്തുമാകാം. ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വ ജിഹാദിൻ ഫീ സബീലിഹി,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനേക്കാൾ, യുദ്ധം ചെയ്യുന്നതിനേക്കാൾ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യണം? ഫതറബ്ബസു, നിങ്ങൾ കാത്തുകൊള്ളുക, നിങ്ങൾ കാത്തിരുന്നോളൂ. എന്താണ്? ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹു ഒരു ദിവസം നടപ്പിലാക്കും. നമ്മൾ വിചാരിക്കും എന്താണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ലോൺ എടുത്ത് വീട് വെച്ചിട്ടും എൻ്റെ ലോണൊക്കെ ഞാൻ അടച്ചു തീർത്തു, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല, ഹറാമായ കച്ചവടം കൊണ്ടാണ് കഴിഞ്ഞ 20 വർഷമായി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നഷ്ടം എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എൻ്റെ ജോലിയിൽ ഇസ്ലാമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങളിലും, എൻ്റെ മക്കൾ നാട്ടിൽ പഠിക്കുന്നുണ്ട്, അവർ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും ഹറാമുകളും ഹറാമായ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്, ആണും പെണ്ണും കൂടിക്കലറുന്ന അവസ്ഥയുണ്ട്, അങ്ങനെ പലതും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് ഞാൻ ശിക്ഷ ഇറക്കും എന്നല്ല അള്ളാഹ് പറയുന്നത്. ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുന്നുള്ളൂ, നിങ്ങൾ കാത്തിരിക്കണം, കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹു നടപ്പിലാക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അത് എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. അത് ദുനിയാവിലായിരിക്കാം, അത് പരലോകത്തായിരിക്കാം, അത് നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്തായിരിക്കാം. അത് തീർച്ചയായും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ കലാമ് പറഞ്ഞതാണ്. അതുണ്ടാവും, പക്ഷെ അത് എങ്ങനെ എവിടെയൊന്നും നമുക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും ഏത് സന്ദർഭത്തിലായാലും നമ്മൾ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ നൽകേണ്ടത് നമ്മുടെ നബിക്കാണ്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതിനുള്ള കാരണം ഒരുപാടുണ്ട്, അതിനുള്ള കാരണം ഒരുപാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ എത്രയുണ്ട്. പ്രവാചക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇതിനു മുമ്പൊക്കെ ഇവിടെ വിശദീകരിച്ച ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ഹദീസ് മാത്രം ഞാൻ പറയാൻ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഇവിടെ ധാരാളം തവണ വിശദീകരിക്കപ്പെട്ട ഒരു ഹദീസാണ്. പക്ഷെ ആ ഹദീസിൻ്റെ അർത്ഥവും ആ ഹദീസിൻ്റെ വ്യാഖ്യാനവും ആ ഹദീസിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ എപ്പോഴും നമുക്കത് പറയാൻ തോന്നും. അത്രയും അർത്ഥമുള്ള, പ്രവാചകനോടുള്ള നമ്മുടെ ഇഷ്ടത്തെ ഇരട്ടിയാക്കുന്ന, ഖൽബിൽ ഒരു തരിയെങ്കിലും ഈമാനുള്ള ആൾക്ക് പ്രവാചകനോടുള്ള ഇഷ്ടം ഇരട്ടിയാകാൻ സാധ്യതയുള്ള ഒരു ഹദീസാണ്. എന്താണ്? ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ, തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ദുആഇനുള്ള അവസരം എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എല്ലാ നബിമാർക്കും അങ്ങനെ ഒരു അവസരമുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ പ്രാർത്ഥന ഫഖദ് ഇസ്തഅജല കുല്ലു നബിയ്യിൻ ദഅവതഹു, എല്ലാ നബിമാരും ആ പ്രാർത്ഥിക്കാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തിയെന്നാണ്. ദുനിയാവിൽ പല നബിമാർക്കും പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു അവരുടെ ആ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുത്തു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാൻ, ഫഖദ് ഇഖ്തബഅതു ദഅവതി, ഞാൻ ആ പ്രാർത്ഥന ഉപയോഗിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. പ്രവാചകൻ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങൾ, പ്രവാചകൻ ജീവിതത്തിൽ സഹിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലേ? പ്രവാചകൻ്റെ ചെറുപ്പകാലമാകട്ടെ, പ്രവാചകൻ്റെ ദഅവാ കാലമാകട്ടെ, പിന്നീട് മദീനയിലേക്ക് പോയതിന് ശേഷമുള്ള കാലം, അവിടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു. അപ്പോഴൊന്നും പ്രവാചകൻ ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാർത്ഥന, നബി തങ്ങൾ ഒരു തവണ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കുക? നമ്മളൊരു 5 മിനിറ്റോ 4 മിനിറ്റോ ആയിരിക്കും. നബി തങ്ങൾ ഒരു തവണ പ്രാർത്ഥിക്കുമ്പോൾ ഏകദേശം പ്രാർത്ഥിക്കാറ് ഒരു സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന സമയമാണ് എന്നാണ് ചില ഹദീസുകളിൽ കാണുന്നത്. ഒരു പ്രാർത്ഥന, നബിയുടെ ഒരു പ്രാർത്ഥന അത്രയായിരിക്കും, സൂറത്തുൽ ബഖറ. അപ്പോൾ ഇത്രയൊക്കെ നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഈ അവസരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അത് എന്തിനാണ് എന്നുള്ളിടത്താണ് നമുക്കും ആ നബിക്കുമിടയിൽ എന്ത് ബന്ധം? ഈ ഹദീസിൻ്റെ ഇനി പറയാൻ പോകുന്ന ഭാഗം
ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി ഈ ഹദീസിൻ്റെ ഇനി ഭാഗം നിങ്ങൾ മനസ്സിൽ കുത്തിവെച്ച് തിരിച്ചു പോകുമ്പോൾ ആലോചിക്കുക, എനിക്കും ആ നബിക്കും എന്താണ് ബന്ധം, അല്ലെങ്കിൽ ആ നബിയോട് തിരിച്ച് ഞാൻ എന്താണ് ചെയ്തത്, ആ നബിയോടുള്ള ബാധ്യതകൾ എത്രത്തോളമാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ കച്ചവടം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, ഇതിലൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനം എന്താണ് നമ്മൾ ആലോചിക്കണം. ഇന്ന് തിരിച്ചു പോകുമ്പോൾ നബി തങ്ങൾ പറയാൻ ഫഖദ് ഇഖ്തബഅതു ദഅവതി, ആ ദുആഇനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്തിനാണ്? ശഫാഅത്തൻ ലി ഉമ്മത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിന് നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ആ ദുആഇനെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ ഉമ്മത്ത് മഹ്ശറിൽ ഒരു രക്ഷയുമില്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് ആ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാളെ പരലോകത്തേക്ക് ഉമ്മത്തിൻ്റെ ഷഫാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രാർത്ഥനയെ മാറ്റിവെച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നാമത്തെ സ്ഥാനം അത് നമ്മുടെ നബിയായിരിക്കണം. ഇനി നമ്മൾ ചിന്തിക്കുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത തിരിച്ചു നമ്മൾ എങ്ങനെയാണ് കാണിച്ചത്? നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ വസ്ത്രരീതിയിൽ, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സ്വഹാബികൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ്, അല്ലേ? നമ്മളൊക്കെ ഇത് പറയൽ മാത്രമേ ഉള്ളൂ, പക്ഷെ സ്വഹാബികളോ അവരുടെ ജീവിതം കൊണ്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ സ്വന്തം ശരീരത്തെ പണയം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചവരാണ് സ്വഹാബികൾ. അവരുടെ സ്വന്തം ശരീരത്തിന് പോലും അവർ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല, അല്ലെ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടാളും കൂടി ഹിജറ പോയ സംഭവം, അവിടെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചക സ്നേഹത്തിന് ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. അതിലൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ കൂടെയുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമെന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് വരും. പ്രവാചകൻ മുന്നിലും മഹാനായ സ്വഹാബി ബാക്കിലുമായിരിക്കും. പിന്നെ കുറച്ചു നേരം വലതുവശത്ത്, പിന്നെ കുറച്ച് ഇടത്, ഇങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടക്കുന്നത്. നബിൻ്റെ കൂടെയല്ല നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മഹാനായ പ്രവാചകൻ ചോദിച്ചു, എന്താണ് അബൂബക്കർ ഇത് കുറച്ചു നേരം മുന്നിൽ പിന്നിൽ ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ മുന്നിലൂടെ നടക്കുമ്പോൾ പിന്നിലൂടെ നബിയെ നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ്. ഞാൻ പിന്നിലൂടെ നടക്കുമ്പോൾ മുന്നിലൂടെ ആരെങ്കിലും ആക്രമിച്ചാലോ എന്ന് പേടിച്ചുപോയി. അങ്ങനെ ഇടത് നടക്കുമ്പോൾ വലത് നടക്കുമ്പോൾ ഇടതും ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് നബിയെ എന്ന് മഹാനായ സ്വഹാബി പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഉദാഹരണമാണ്. അവരുടെ ജീവിതം പണയം വെച്ച് തനിക്കെന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും സംഭവിക്കരുത് എന്ന ആത്മാർത്ഥമായ തീരുമാനം. അവരങ്ങനെ സ്നേഹിച്ചവരാണ്. അതിന് ഉദാഹരണങ്ങൾ ഒരുപാടാണ് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് പ്രവാചക സ്നേഹം, നബിയോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അതല്ലെങ്കിൽ നബിയോട് സ്നേഹമുള്ളവർ ആരാണ്, പ്രവാചക സ്നേഹികൾ ആരാണ് എന്ന് ചോദിച്ചാൽ, അതിന് അവർ നൽകുന്ന അല്ലെങ്കിൽ അതിനവർ നിശ്ചയിച്ച ചില അതിർവരമ്പുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, ഇന്ന് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതെന്നും ആ ജനിച്ച ദിവസം അതൊരു മുസ്ലിമീങ്ങൾ ആഘോഷമാക്കി മാറ്റണമെന്നും ആ ദിവസം ആഘോഷിക്കാതെ ഇരിക്കുന്നത് ഇബ്ലീസാണെന്നും ആ പ്രവാചക ജന്മദിനം ആഘോഷിക്കാത്ത ആളുകൾ ഇബ്ലീസിൻ്റെ അനുയായികളാണെന്നും അവർക്കൊന്നും പ്രവാചകനോട് സ്നേഹമില്ല എന്നുമാണ് ചില ആളുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഇവിടെ വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനും മനസ്സിലാക്കാനുമുണ്ട്. ഞാനതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഒരു ചെറിയ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നൽകുന്നത്. ആവശ്യമാണെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ കുറച്ചുകൂടി വിഷയങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ സമുദായമാരാണ് അത് ഞാനുള്ള ഈ സ്വഹാബത്തിൻ്റെ ഈ കാലഘട്ടമാണ്, അതിനുശേഷമുള്ളതും പിന്നെ അതിനുശേഷമുള്ളതും. 3 നൂറ്റാണ്ട്, ആദ്യത്തെ 3 നൂറ്റാണ്ട്. ഈ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരുടെ സ്വഹാബികളുണ്ട്, അവരിൽ താബിഈങ്ങളുണ്ട്, ഇമാമിങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചില ഇമാമിങ്ങളുടെ പേര് ഞാൻ പറയാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ 4 ഖലീഫമാർ, അതേപോലെ മറ്റു സ്വഹാബികൾ നമുക്കൊക്കെ അറിയുന്നതാണ്. ഇവരുടെ കാലഘട്ടത്തിൽ ഇതില്ല, ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. നബിയുടെ കാലത്തോ സ്വഹാബത്തിൻ്റെ കാലത്തോ ഈ നബിദിന ആഘോഷം എന്ന് പറയുന്ന ആഘോഷമില്ല. പിന്നീട് കടന്നു വന്നത് നമുക്ക് പരിചയമുള്ളത് പിന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹിജറ 150 ഇമാം അബൂ ഹനീഫ വഫാത്താകുന്നത്. പിന്നെ ഉള്ളത് നമുക്കറിയാം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജറ 170 ഇമാം മാലിക് വഫാത്താകുന്നത്. ഇമാം മാലിക്കിൻ്റെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്, ഹിജറ 2-ാം നൂറ്റാണ്ടിൽ. 3 ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജറ 204 ഇമാം ഷാഫിഈ വഫാത്താകുന്നത്. 4-മത് നമുക്കറിയുന്നത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജറ 241 ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഈ 4 പ്രസിദ്ധരായ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലും എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ജന്മദിന ആഘോഷം എന്ന് പറയുന്ന ആചാരം ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നബിദിനം ആഘോഷിക്കുന്നതിന് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അതിന് തെളിവുകൾ പറയുന്ന ആളുകൾ ധാരാളം ഹദീസുകളും ആയത്തുകളും ഒക്കെ ഓതാറുണ്ട്. അതിൽ സാധാരണഗതിയിൽ ഓതുന്ന ഒരായത്താണ് എന്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ തെളിവായിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് സുന്നത്താണ് എന്നോ അതല്ലെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയാൻ ആളുകൾ ഓതുന്ന ആയത്ത്, അല്ലെങ്കിൽ ഉസ്താദുമാർ ഓതുന്ന ആയത്താണ് ഞാൻ ഈ പറഞ്ഞ ആയത്ത്. അപ്പോൾ ഞാൻ ഹിജറ 1-ാം നൂറ്റാണ്ടിലും ഹിജറ 2-ാം നൂറ്റാണ്ടിലും ജീവിച്ച ചില മഹാന്മാരുടെ പേര് പറഞ്ഞു. ഈ മഹാന്മാർക്ക് എന്തു മനസ്സിലായിട്ടില്ല? ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് ഈ പറഞ്ഞ മഹാന്മാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആ മഹാന്മാരിൽ ആരുണ്ട്? നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൊന്നാമനാണ്, നമ്മുടെ നബിയാണ്. ആ നബിക്ക് പോലും മനസ്സിലായിട്ടില്ല അള്ളാഹ് ഈ ആയത്തിറക്കിയപ്പോൾ ഈ ആയത്ത് എൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പറയാൻ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹ് ഇറക്കിയ ആയത്താണ് എന്ന് ആ നബിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 23 വർഷം ജീവിച്ചു. അപ്പോഴൊക്കെ 23 റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നുപോയി. റബീഉൽ അവ്വൽ 12 23 വർഷവും ആവർത്തിച്ചു. അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജന്മദിനം ആഘോഷിച്ചത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അവർക്കൊന്നും ഈ ആയത്ത് മനസ്സിലായിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഷാഫിഈ മദ്ഹബിൻ്റെ ആളുകൾ പറയേണ്ടി വരും എന്ത്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഈ ആയത്ത് മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ നിങ്ങൾ ഒരു ഹിജറ 3-ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊക്കെ പരിചയമുള്ള ചില പേരുകൾ ഞാൻ പറയാം. ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജറ 256 ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി, ഹിജറ 261 ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി വഫാത്താകുന്നത്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി സുനൻ അബൂദാവൂദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം രചിച്ച മഹാനാണ്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 275. പിന്നെ ഉള്ളത് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 279. പിന്നെ ഉള്ളത് ഇമാം അൻ-നസായി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വഫാത്താകുന്നത് ഹിജറ 303. ഈ മഹാന്മാരും ഈ പണ്ഡിതന്മാരും മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ചില പേരുകളാണ്. അപ്പോൾ ഈ 5 ഇമാമിങ്ങളുടെ പ്രത്യേകത എന്താ? ഹദീസ് ഗ്രന്ഥം രചിച്ച ഇമാമിങ്ങളാണ്.
ഹദീസ് ഗ്രന്ഥം അഥവാ ഏറ്റവും സ്വഹീഹായ ഖുർആനിന് ശേഷം ഏറ്റവും സ്വീകാര്യവും ഏറ്റവും സ്വഹീഹുമായ ഹദീസ് ഗ്രന്ഥം അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. പിന്നെ സ്വഹീഹ് മുസ്ലിമാണ്. പിന്നെ തുടർന്നുകൊണ്ടുള്ള 3 ഹദീസിൻ്റെ കിതാബുകളുമാണ് ഞാൻ പറഞ്ഞത്. ഈ ഹദീസിൻ്റെ ഗ്രന്ഥം രചിച്ച ഇമാമിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് മനസ്സിലായിട്ടില്ല. ഇനി പോട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ച മുഫസ്സിരീങ്ങളുണ്ട്, ഖുർആനിന് തഫ്സീർ രചിച്ച മുഫസ്സിരീങ്ങൾ അല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ തർജുമാനുൽ ഖുർആൻ എന്നാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ ആരാണ് എന്ന ചോദ്യത്തിന് സ്വഹാബികൾക്കിടയിൽ തന്നെ ഉള്ള ഉത്തരം മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആയത്തുകൾക്ക് തഫ്സീർ രചിച്ച മഹാനാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത്. അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തൊന്നും ഇവരിത് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് എപ്പോൾ വന്നതാണ്, ആരാണ് കൊണ്ടുവന്നത് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് സഹോദരങ്ങളെ, നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത് ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ഒരു രാജാവ് മലിക്കുൽ മുദഫർ എന്ന ഒരു രാജാവാണ് യഥാർത്ഥത്തിൽ ഈ ആഘോഷം കൊണ്ടുവന്നത് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെയല്ല ഇതിൻ്റെ തുടക്കം. ആ രാജാവിൻ്റെ പേര് പറയാൻ കാരണം ഇത് തുടങ്ങിയ ആളുകളെക്കുറിച്ച് ഈ ആഘോഷിക്കുന്ന ആളുകൾക്ക് ആ തുടങ്ങിയ ആളുകൾ ഇവരാണ് എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ രാജാവിലേക്ക് ഇതിനെ ചേർത്ത് പറഞ്ഞത്. കാരണം ഇതിനെ തുടങ്ങിയത് ആരാണ് നോക്കൂ നിങ്ങൾ, ഹിജറ 3-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ തുടക്കമുണ്ടായത്. ഹിജറ 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇതിൻ്റെ തുടക്കം, അഥവാ ഹിജറ 4-ാം നൂറ്റാണ്ടിൽ. ഹിജറ 4-ാം നൂറ്റാണ്ട് ഇതിനെ തുടങ്ങി വെച്ചത് ആരാണ്? റാഫിളിയാക്കളാണ്. ആരാണ്? ഷിയാക്കളിലെ ഏറ്റവും മോശമായ ഷിയാക്കൾ. നമുക്കറിയാം ആ ഷിയാക്കൾ അഹ്ലുസുന്നത്ത് നിന്ന് പുറത്താണ് എന്ന് എല്ലാവരും ഏകോപിച്ച്, നമ്മുടെ നാട്ടിൽ ജന്മദിനം ആഘോഷിക്കുന്നവരും ആഘോഷിക്കാത്തവരും എല്ലാവരും യോജിച്ച കാര്യമാണ് ഷിയാക്കൾ അഹ്ലുസുന്നത്ത് നിന്ന് പുറത്താണ് എന്ന വിഷയത്തിൽ. ആ ഷിയാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലെ ഏറ്റവും മോശമായ വിഭാഗമാണ് റാഫിളിയാക്കൾ. ആ റാഫിളിയാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അത് പറയാനുള്ള നാണക്കേട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മലിക്കുൽ മുദഫർ എന്ന രാജാവിലേക്ക് അതിനെ ചേർത്തു പറഞ്ഞത് എന്നാണ്. ഈ റാഫിലി, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഈ റാഫിലിയാക്കളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച അന്ന് റാഫിലിയാക്കളുടെ ഭരണമായിരുന്നു ഉബൈദിയാക്കൾ. അവരുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഇസ്ലാമിലേക്ക് ഒരുപാട് ബിദ്അത്തുകളെ അവർ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അവർ കൊണ്ടുവന്ന ബിദ്അത്താണ് ആഷുറാഇൻ്റെ ദിവസം സ്വന്തം ശരീരത്തിലേക്ക് അടിയേൽപ്പിച്ചു വേദനയുണ്ടാക്കുന്ന ആഘോഷം. നമ്മളിന്ന് പിന്നെ ഷിയാക്കൾക്കിടയിൽ പ്രചാരണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആഘോഷം ഈ ഉബൈദിയാക്കൾ കൊണ്ടുവന്നതാണ്. ഈ ഉബൈദിയാക്കൾ കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം കൊണ്ടുവന്നതോടൊപ്പം തന്നെ അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മദിനാഘോഷം അവർ തുടങ്ങിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ ജന്മദിനാഘോഷം ഇവർ തുടങ്ങിയിരുന്നു. ഈ പറഞ്ഞ പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അവരുടെ വിശ്വാസപ്രകാരം സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മളൊക്കെ പറയുന്ന ആ വിശ്വാസമല്ല ഷിയാക്കൾക്കുള്ളത്. അപ്പോൾ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ അവരൊന്നും ഈ ലിസ്റ്റിലില്ല. അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ മഹത്വവൽക്കരിച്ച് കാണുന്ന ആളുകളെ മാത്രം, നമുക്കും അവർ മഹത്വമുള്ള ആളുകളാണ്, ഇല്ല എന്നല്ല ഞാൻ പറയും. പക്ഷെ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം അവർ ഏറ്റവും മഹത്വമായി കാണുന്ന ആളുകളെ വെച്ചുകൊണ്ട് അവരൊരു ജന്മദിനാഘോഷം നബിയുടേത് തുടങ്ങി, അലി റളിയല്ലാഹു തുടങ്ങി, ഹസൻ ഹുസൈൻ ഫാത്തിമ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരുടെ ജന്മദിന ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഉബൈദിയ ഷിയാക്കൾ 4-ാമത്തെ നൂറ്റാണ്ടിൽ അവർ തുടങ്ങി വെച്ചത്. പിന്നീടത് സൂഫിയാക്കൾ ഏറ്റെടുത്തു. ഹിജറ 6-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ മലിക്കുൽ മുദഫർ എന്ന ഒരു രാജാവ് അത് ഏറ്റെടുക്കുകയും അതിനെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. ഹിജറ 630 യഥാർത്ഥത്തിൽ ഹിർബൽ ഭരിച്ച മലിക്കുൽ മുദഫർ രാജാവ്
മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇതിനെ ജീവിപ്പിച്ചത്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നബിദിന ആഘോഷത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിലോ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടമെന്ന് പറയുന്ന ആദ്യത്തെ 3 നൂറ്റാണ്ടിലോ ഇസ്ലാം ഏറ്റവും പ്യുവറായി ലഭിച്ച, പരിപൂർണതയിൽ ലഭിച്ച സ്വഹാബികൾക്കോ താബിഈങ്ങൾക്കോ തബഉ താബിഈകൾക്കോ ഇമാമുമാർക്കോ ഹദീസ് പണ്ഡിതന്മാർക്കോ ഇവർക്കൊന്നും ഇത് പരിചയമില്ല. അവരുടെ കാലമൊക്കെ കഴിഞ്ഞ് ഷിയാക്കളുടെ കാലഘട്ടത്തിൽ ഷിയാക്കൾ തുടങ്ങി വെച്ച ഒരു ആഘോഷം പിന്നീട് അത് സൂഫിയാക്കളിലൂടെ മലിക്കുൽ മുദഫർ അത് വീണ്ടും ജീവിപ്പിച്ചു. അത് പിന്നീട് മുസ്ലിമീങ്ങൾക്കിടയിൽ സർവ്വവ്യാപകമായി മുസ്ലിമീങ്ങൾക്കിടയിൽ വന്നു. ഈ ആഘോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആഘോഷം ആഘോഷിക്കാത്തവർ അവർ അഹ്ലുസുന്നത്തിൽപ്പെട്ടവരല്ല. ഈ ഷിയാക്കൾ തുടങ്ങി വെച്ച ആഘോഷത്തിൽ ചേരാത്ത ആളുകൾ ആ ആഘോഷത്തിൽ, ഷിയാക്കളുടെ ആഘോഷത്തിൽ അല്ലെങ്കിൽ ഷിയാക്കൾ തുടങ്ങി വെച്ച ആഘോഷത്തിൽ അതിൽ പങ്കാളിയാകാത്ത ആളുകൾ, അവർ ഇസ്ലാമുമായി അവർക്ക് ബന്ധമില്ല, അവർ പുത്തൻവാദികളാണ് എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചാണ്. ഇനി ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മൾ നോക്ക്, ഞാൻ തുറന്ന് ഒരു കാര്യം പറയാം. നോക്ക്, നിങ്ങൾ സലഫികളുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു നോക്കിയാൽ, അല്ലെങ്കിൽ വഹാബികളെന്നോ പുത്തൻവാദികളോ എന്ന് കളിയാക്കുന്ന ആളുകളുടെ പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സുന്നത്തുകളെക്കുറിച്ച് എത്ര ശക്തമായിട്ടാണ് സലഫികൾ പറയുന്നത്. തിങ്കളാഴ്ചയുടെ നോമ്പ്, വ്യാഴാഴ്ചയുടെ നോമ്പ്, താടി നീട്ടി വളർത്തുന്നതിനെക്കുറിച്ച്, വസ്ത്രം നിര്യാണിക്ക് മുകളിൽ ധരിക്കുന്നതിനെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെക്കുറിച്ച്, അങ്ങനെ എത്രയെത്ര സുന്നത്തുകൾ. അല്ലെ, കുറച്ച് വർഷങ്ങൾക്ക് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫിളഹുല്ലാ അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണമുണ്ട്. അത് കേട്ട ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടാകും. മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞൊരു പ്രഭാഷണം. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസത്തിൽ കടന്നു വരുന്ന സുന്നത്തുകൾ മാത്രം ക്രോഡീകരിച്ച് ബഹുമാന്യനായ പണ്ഡിതൻ നടത്തിയ പ്രഭാഷണമാണ്. അതൊക്കെ കേട്ട എത്രയോ ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകാം. അപ്പം അങ്ങനെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന സലഫികൾക്ക് വർഷത്തിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതുകൊണ്ട് വരുന്ന നഷ്ടം എന്താണ്? അത്ര ആലോചിച്ചാൽ പോലെ. എന്താണ് അവർക്കിപ്പോൾ നഷ്ടം? എല്ലാ സുന്നത്തുകളും ജീവിപ്പിക്കുന്ന ആളുകളാണ്. ആളുകൾ ഒരു അറുപ്പായി കാണുന്ന ചില സുന്നത്തുകളുണ്ട്, അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും അതിന് പ്രാധാന്യം നൽകണ്ട എന്ന ആളുകൾ പറയുന്ന ചില സുന്നത്തുകളുണ്ട്. ഉദാഹരണത്തിന് താടി. താടി നീട്ടി വളർത്തുമ്പോൾ ചില ആളുകൾ ഇത്രയൊക്കെ വേണം, കുറച്ചൊക്കെ ഒരു അങ്ങനെയൊക്കെ പറയുന്ന, അതുപോലും ശക്തമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് സലഫികൾ, അല്ലെങ്കിൽ മുജാഹിദികൾ, അല്ലെങ്കിൽ വഹാബികൾ എന്ത് പേര് വിളിച്ചാലും. അപ്പോൾ അവർക്കെന്താണ് വർഷത്തിൽ ഒരു ദിവസം ഒരാഘോഷം, രാവിലെ മുതൽ വൈകുന്നേരം പള്ളിയിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു നബിദിന ആഘോഷം കൊണ്ടുവന്ന് എന്ത് നഷ്ടമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഒരു നഷ്ടവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത, ദീനിൽ കൊണ്ടുവന്ന പുതിയ ഒരു കാര്യമാണ് എന്ന് മാത്രം നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെയോ ഇതിനെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ, ആയത്തുകൾ, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാം. ആയത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആയത്തുകളും ഹദീസുകളും ഒക്കെയാണ് ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കണം. സഹോദരങ്ങളെ, അവസാനം ഒരു കാര്യം കൂടി ഞാൻ പറയാം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. എന്താണ്? നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, സുഇല അൻ സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, ദാക യൗമുൻ ഉലിത്തു ഫീഹി, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ അവിടെ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞത് തിങ്കളാഴ്ചയെക്കുറിച്ചാണ്, മറിച്ച് റബീഉൽ അവൽ 12 കുറിച്ചല്ല. തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് സുന്നത്താണ്, നോമ്പ് നമ്മൾ എടുക്കണം, അതിൽ സംശയമില്ല. എന്നാൽ ഈ വർഷത്തെ റബീഉൽ അവൽ 12 അല്ലെ, നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കാം. ഇവിടെ ഏതായാലും നബിദിനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നാട്ടിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവൽ 12 നബിദിന ആഘോഷത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് എന്താണ്? അത് ബിദ്അത്തുൻ ഹസനയാണ്, നല്ല ബിദ്അത്താണ്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പുത്തനാചാരം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം വെക്കാം, നല്ല ഒരു പുത്തനാചാരം. എന്നാൽ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതോ മുഅക്കദായ സുന്നത്താണ്, മുഅക്കദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ്.
അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ നാട്ടിലുള്ള ഉസ്താദുമാരോടോ അല്ലെങ്കിൽ അറിവുള്ള ആളുകളോടോ, അറിവില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക. ഈ വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണല്ലോ. നബിദിനാഘോഷത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് ബിദ്അത്താണ്, എന്നാൽ നല്ല ബിദ്അത്താണ് എന്നാണ്, നല്ല ഒരു ബിദ്അത്താണ്. എന്നാലും അതേ ദിവസം തിങ്കളാഴ്ചയായതുകൊണ്ട് പ്രവാചകന്റെ ഒരു മുഅക്കദായ സുന്നത്തുണ്ട്. എന്താണ്? തിങ്കളാഴ്ച നോമ്പെടുക്കുക എന്നുള്ളത്. ഈ റബീഉൽ അവ്വൽ 12 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നബിദിനം ആഘോഷിച്ചുകൊണ്ട് ഉച്ചക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണോ വേണ്ടത്, അതോ മുഅക്കദായ സുന്നത്തെടുക്കുകയാണോ വേണ്ടത്? എന്താണ് ചെയ്യുക? അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉണ്ട് ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് ഒരുപാട് തെളിവുകൾ പറയുന്നത് കാണാം. വാട്സപ്പുകളിലൊക്കെ ഒരുപാട് മെസ്സേജുകളായിക്കൊണ്ടും പോസ്റ്ററുകളായിക്കൊണ്ടും വീഡിയോകളായിക്കൊണ്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് നമുക്ക് കാണാം. അതിനൊക്കെ കൃത്യമായ മറുപടി അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കേണ്ടതൊക്കെ ചെയ്യേണ്ട കാര്യം. പക്ഷെ നമ്മളിതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, താബിഈകൾ ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ ഇമാമിങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല. ഇന്ന് നടത്തുന്നത് പോലെ നമ്മൾ ഒരിക്കലും പറയേണ്ടത് ഇന്ന് നടത്തുന്നത് പോലെ വിപുലമായിട്ടില്ല. ആ റബീഉൽ അവ്വൽ 12 ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത, അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത നൽകിയിട്ട് നബിയോ സ്വഹാബത്തോ ഒരുമിച്ച് കൂടിയത് നമുക്ക് കാണുക സാധ്യമല്ല. അവരൊരു ഈത്തപ്പഴം സ്വതക്കയായി നൽകിയത് പോലും ആ റബീഉൽ അവ്വൽ 12 അവർ ചെയ്തത് നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് ആ ബിദ്അത്ത് നമുക്ക് വേണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം നമുക്കുണ്ടെങ്കിൽ അങ്ങനെ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചു ജീവിക്കാനും ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.